അതുകൊണ്ട് ഈ ഒരൊറ്റ സാധനം മതി. ഇത് കുരുമുളകിൻ്റെ തണ്ടാണ് കേട്ടോ. ഈ തണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പല്ലുവേദന വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. പല്ലുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇതുണ്ടല്ലേ, ഇത് കുരുമുളകിൻ്റെ വള്ളിയാണ്, തണ്ടെന്നൊക്കെ പറയും. ഈ സാധനം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നീര് വെച്ചിട്ടുണ്ടാകുന്ന പല്ലുവേദന വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം കട്ട് ചെയ്യുക. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പല്ലുവേദന വരുമ്പോൾ ഈ തണ്ട് കൊണ്ട് പല്ലുവേദന മാറ്റുന്നത്. ഈ തണ്ട് നമുക്ക് ഈ ഭാഗത്താണ് വേദനയെങ്കിൽ ഈ ഭാഗം വെച്ച് ഇതിനെ ക്രഷ് ചെയ്യുക. അപ്പം ഇങ്ങനെ ചതച്ചു കൊടുക്കുക. ചവച്ചതിന് ശേഷം ചതയ്ക്കുക. ഈ ഭാഗം കൊണ്ട് ചതച്ചതിന് ശേഷം ഇവിടെ പല്ലുവേദനയാണെങ്കിൽ നല്ലപോലെ കടിച്ചിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പല്ലുവേദന മാറുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രായമുള്ള അമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കിടിലൊരു ഒറ്റമൂലിയാണ്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനോടൊപ്പം ചെയ്യുന്ന മറ്റൊരു സാധനം ഉണ്ട്. അതും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് പല്ലുവേദന എന്ന് പറയുന്ന പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് പേരയിലാണ്. ഇതുണ്ടല്ലേ, ഒരു പിഞ്ച് പേരയില എടുക്കുക. പേരയില എടുത്തതിന് ശേഷം ഈ പേരയിലേക്കകത്തോട്ട്, ഇപ്പോൾ തളിര് പേരയിലേക്കകത്തോട്ട് നമ്മുടെ അവിടെ 4 കുരുമുളക്, പച്ച കുരുമുളകിൻ്റെ ചെറിയ കുരി ഇടുക. അതിനുശേഷം ഒരു നുള്ളുപ്പ്, ഇതാണല്ലേ, ഒരു നുള്ളുപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതിങ്ങനെ പൊതിയുക. ഇത് പൊതിഞ്ഞ് നമുക്ക് ചവക്കത്തക്ക വിധത്തിൽ ഒരു സാധനമാക്കി മാറ്റാം. ഇത് മാത്രമായിട്ടും ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കുരുമുളകിൻ്റെ വേര്, അതുപോലെ തണ്ട് ഉപയോഗിച്ച് ചെയ്യും. ഇത് ചെയ്ത ശേഷം കണ്ടില്ലോ, എവിടെയാണോ പല്ലുവേദന ഉള്ളത് ആ ഭാഗത്ത് വെച്ച് നന്നായിട്ട് കഷി വെച്ച് ചവയ്ക്കാം. ഇങ്ങനെ ചവച്ച് കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പല്ലുവേദനയുള്ള ഭാഗത്തോട്ട് ഇത് സ്പ്രെഡാവും. നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ പണ്ട് കാലത്ത് പൂർവികരായിട്ടുള്ള ഒരുപാട് പേര് പ്രായം ചെന്നവരടുത്തൊക്കെ ചോദിച്ചാൽ നോക്കിയാൽ മതി. അവരൊക്കെ വീട്ടിൽ കൂടുതലും മെഡിസിൻ അല്ല ഉപയോഗിക്കുന്നത്. ഇത്തരം ഒറ്റമൂലികളാണ്, നമ്മൾ അടുക്കളയിൽ തന്നെ കിട്ടുന്ന ഒറ്റമൂലികളാണ്. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നീരുകൊണ്ടുണ്ടാകുന്ന പല്ലുവേദന, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പല്ലുവേദന, തലയിൽ നിന്നാണ് ഈ നീരിറങ്ങിയിട്ട് പല്ലിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ട് നല്ല നീർക്കെട്ടും പല്ലുവേദനയും മോണപഴുപ്പ് ഊനുപഴുപ്പൊക്കെ വരും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമാണ്. ഒരുപാട് പേര് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് വന്ന ഒരു ഒറ്റമൂലിയാണ്. എന്തായാലും ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക.